നമസ്കാരം. റാപ്പർ വേടന്റെ കേസും അറസ്റ്റിനുള്ള കാത്തിരിപ്പും ഒളിവിൽ പോകലും ഇപ്പോൾ കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും ഒക്കെ വന്നു. സത്യത്തിൽ ഞാൻ ഈ വേടന്റെ കേസ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രേക്ഷകരും അല്ലെങ്കിൽ ഒരു വിഭാഗവും എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടും. അതുകൊണ്ടാണ് ഞാൻ കോടതി വിധി വരട്ടെ അതിനുശേഷം പറയാമെന്ന് കരുതിയത്. അതിനു മുമ്പ് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരും ഒരുപക്ഷെ എന്നെ തെറി വിളിച്ചെന്ന് വരും. ചില കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുമ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ അറസ്റ്റ് തടഞ്ഞുകൊണ്ട്, നിലവിൽ കൊടുത്ത കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവ് വന്ന നിലയ്ക്ക് ഇനിയിപ്പോ വേറെ കേസുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേടൻ പുറത്തു വരും എന്ന നിലയ്ക്ക് ഇനി എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വേടനെ ആരോപിച്ച് മൂലക്കിരുത്താൻ ശ്രമിക്കുന്നത് അത്തരം ആൾക്കാരോട്. വേടൻ ഒരു സമ്പൂർണ്ണ സത്യസന്ധനായ ഒരു നല്ല വ്യക്തിയാണ്, ഒരു പുണ്യാളച്ചനാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു കലാകാരനാണ്. കലാകാരനാകുമ്പോൾ അത്യാവശ്യം സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും, കുറച്ച് ലഹരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് രണ്ടും ഒരു ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറയുന്ന കലാകാരന്മാരുടെ ഒരു നോർമൽ അവസ്ഥയിലെ നാച്ചുറൽ ഭാവങ്ങളാണ് എന്ന് അറിയുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ചാനലിൽ തന്നെ അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കലാകാരന്മാരുടെ, അതായത് ഇൻഡിവിജ്വലിസ്റ്റുകളുടെ കുടുംബജീവിതങ്ങൾ, ഇന്ന് കേരളത്തിലുള്ളവരുടെ കുടുംബജീവിതങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അവരെത്ര ഉന്നതരായാലും അവരൊക്കെ അടിച്ച് പിരിഞ്ച് നടക്കുന്നു, അല്ലെങ്കിൽ അൽക്കുൽത്തായി നടക്കുന്നു. ഇത് തന്നെയാണ് ഉദാഹരണം. അതിനാണ് നമ്മൾ അവരിൽ ഉത്തമരായി മാറണമെന്നും പേഴ്സണാലിറ്റി അനാലിസിസ് ഒക്കെ പഠിക്കണമെന്നും അവനവന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും പഠിച്ചുകൊണ്ട് നല്ല മനുഷ്യന്മാരായി, സാമൂഹ്യ ബോധമുള്ളവരായി, അല്ലെങ്കിൽ താൻ ആരാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവരിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ഈ ഒരു വിഭാഗത്തിൽ. അത് പോട്ടെ, അത് പലതവണ പല വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. അത് വേടനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. നമുക്ക് വേടനിലേക്ക് തന്നെ വരാം. വേടൻ എന്തായാലും അത്തരത്തിലൊരു കലാകാരനാണ്, ഒരു കലാസൃഷ്ടിയുടെ ഉടമയാണ്, എഴുത്തുകാരനാണ്. ആ നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കഞ്ചാവ് അടിച്ചതും ബാക്കി കള്ളു കുടിച്ചതും പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള പെണ്ണ് വിഷയങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ അറസ്റ്റിൽ നിന്ന് എന്തായാലും വേടൻ തൽക്കാലം രക്ഷപ്പെട്ടു. ഇവിടെ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പരസ്പര സമ്മതപ്രകാരം, ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നീട് അവർ തമ്മിൽ പിണങ്ങി വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ പീഡിപ്പിച്ചേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിലെന്താണ് വസ്തുത എന്താണുള്ളത്? അത് നിലനിൽക്കില്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്നാണ്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം അവിടെ പരാതി വന്നിട്ടുള്ള, അത് ഞാൻ കേട്ടതാണ്, വാർത്തകളിലൂടെ ഞാൻ കേട്ടതാണ്. പരാതിക്കാരി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പരാതിക്കാരിയുടെ പരാതിയിൽ എന്തുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ചാനലുകൾ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിക്രൂരമായാണ് എല്ലാ പെൺകുട്ടികളെയും വേടൻ പീഡിപ്പിച്ചത്. ഒരാളെ എന്നല്ല, മുഴുവൻ ആൾക്കാരെയും. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ പ്രകൃതി വിരുദ്ധമായും അല്ലാതെയും ഒക്കെ, എന്ന് പറഞ്ഞാൽ കൈയും കാലും അരക്കെട്ടും ഒക്കെ അടിച്ച് പൊളിച്ച്, എന്ന് പറഞ്ഞാൽ അത്രത്തോളം നശിപ്പിച്ച് ഇനി ഒന്നിനും പോയി ചത്താ മതി, അത്രത്തോളം ആരോഗ്യപരമായും മാനസികപരമായും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു ഈ പറഞ്ഞ വേടന്റെ ഓരോ ഇടപാടുകളും എന്നാണ് ഈ മീഡിയകൾ പറഞ്ഞതിന്റെ അർത്ഥം, ശരിയായ അർത്ഥം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ പെരുമാറുന്ന വേടന്റെ അടുത്തേക്ക് ഒരു തവണ പോയി തല വെച്ച് കൊടുത്തവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തവർ, പിന്നീട് എന്തിനാണ് വീണ്ടും പോയത്? വീണ്ടും എന്തിനാ പോയത്? ഇത് ഒരു തവണയല്ല, ഒരുപാട് തവണ. അതും 2020, 2021 കാലത്ത്. അക്കാലത്ത് വേടന് എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയധികം പെണ്ണുങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ? അതും എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. പണമില്ല, കൂലിപ്പണിക്കാരനാണ്, ഇത്ര പ്രശസ്തിയില്ല, ഇതുപോലെ ഒരു വേടൻ എന്ന ഒരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ലുക്ക് അന്നില്ല. ഒന്നുമില്ലാത്ത ഒരു കൂലിപ്പണി എടുത്ത് നടക്കുന്ന, വാടക വീട്ടിൽ കിടക്കുന്ന ഒരാള്. ആ ആളെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പെണ്ണുങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അയാളിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. പറയുന്ന സംഗീതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് പലതിനെയും കുറിച്ച് ഗവേഷണം നടത്താൻ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചപ്പോ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്നതാരാണ്? ഡോക്ടർമാര്, അല്ലെങ്കിൽ അതുപോലെ പദവിയുള്ളവർ, അല്ലെങ്കിൽ അതുപോലെ പഠിപ്പും വിവരവും വിവേകവുമുള്ള, പക്വതയുള്ള, ഇത്രയും വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരിയാണ് താൻ എന്ന് വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ്. ഉള്ള കുട്ടികളല്ല, മുലകുടി മാറാത്ത കുട്ടികളൊന്നും അല്ല. ഒരു പക്ഷേ 4-5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ആലോചിക്കാം. പക്ഷെ അതല്ല. ഇത് ഇത്രയും അധികം
ബോധവും പൊക്കണവുമുള്ള പെൺകുട്ടികളാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഇങ്ങനെ വലിഞ്ഞു കയറി ചെന്ന് കയറാൻ തക്കവണ്ണം എന്താണ് വേടനിൽ അന്നുണ്ടായിരുന്നത്? പണമാണോ, പ്രശസ്തിയാണോ? ഈ പണവും പ്രശസ്തിയും ഒക്കെ ഇപ്പോഴല്ലേ വന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സമയത്ത് എന്താണ് പുലിപ്പല്ലോ പിന്നെ കഞ്ചാവോ ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വേടൻ ഇത്രയും പോപ്പുലാരിറ്റി വന്നത്. അതിന് തൊട്ട് മുമ്പ്, ആ കേസിന് തൊട്ട് മുമ്പ് 2-3 ലക്ഷം രൂപയ്ക്ക് വേടന്റെ ഒരു പരിപാടി നടക്കുമായിരുന്നു. അതിനുശേഷമാണ് 20-25 ലക്ഷമായത്. അപ്പോൾ 2025 ഈ കേസ് വരുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ 2-3 ലക്ഷം രൂപ മാത്രം വാങ്ങിക്കൊണ്ട് വല്ലപ്പോഴും പരിപാടി നടത്തിയിരുന്ന ഒരാളാണ് വേടൻ എന്നുണ്ടെങ്കിൽ 2020-21 കാലഘട്ടങ്ങളിൽ ഒരു പിണ്ണാക്കും ഉണ്ടാവില്ല അയാളകയില്. അങ്ങനെ ഒരു പിണ്ണാക്കുമില്ലാത്ത അയാളെ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ പോയി പ്രണയിച്ചതും അല്ലെങ്കിൽ അവരെ കൂടെ ചേർന്നതും ഇവരൊക്കെ വേടന്റെ താളത്തിനൊത്ത് തുള്ളിക്കൊടുത്തതും? ഇതൊരു ചോദ്യമാണ്, ഇതാരും ചോദിക്കുന്നില്ല. അന്ന് എന്താണ് ഉണ്ടായിരുന്നത്? വേടൻ അന്ന് എവിടെയായിരുന്നു ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്? ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് പല തവണ. 2020-2021 കാലഘട്ടങ്ങളിൽ വേടൻ പീഡിപ്പിച്ചവർക്കൊക്കെ അവരുടെ അന്ന് അതിക്രൂരമായി പീഡിപ്പിച്ച് അതിന്റെ അവശതകളൊക്കെ അനുഭവിച്ചു തുടങ്ങിയത് 2025 ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ പച്ചയ്ക്ക് ചോദിക്കേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്പോൾ ചോദിക്കാതിരുന്നത്. വേടൻ കോടതി തിരിച്ചറിയുമെന്നും വേടനെ അറസ്റ്റ് എന്ന് തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിടുമെന്നും എനിക്ക് നേരത്തെ അറിയാം. കാരണം ഇത് ഉഭയ കക്ഷി സമ്മതപ്രകാരം അവർ ചെയ്തിട്ടുള്ള കാര്യം. എന്തിനാണ് വെറുതെ കോടതി അതിന്റെ മേലെ തലപിടിക്കേണ്ട ആവശ്യം? ഇവിടെ പത്രങ്ങൾക്കും മറ്റുള്ളവർക്കും പരാതിക്കാർക്കും എല്ലാവർക്കുമാണ് ഇതൊരു വലിയൊരു വിഷയം. കോടതിയെ സംബന്ധിച്ച് നിലവിലുള്ള നിയമ സംവിധാനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല. കാരണം അത്തരത്തിൽ അതിക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അന്നേ അവർ പരാതി പറഞ്ഞേനെ. ഇനി അതല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മറച്ചു വെച്ചു, പറ്റിയതാ പറ്റി, ഏതായാലും പറ്റി, ഇനിയിപ്പോ അത് 4 പേരോട് പറഞ്ഞ് നാണം കിടേണ്ട ആവശ്യമില്ല, വിട്ടേക്കാം, വേടനെ തന്നെ ഒഴിവാക്കിയേക്കാം, നമുക്ക് നമ്മുടെ വഴി എന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. ഇപ്പോ വേടൻ ഒരല്പം പ്രശസ്തിയും പത്രാസും പണവും ഒക്കെ ആയപ്പോ എന്നാൽ പഴയതെല്ലാം കുത്തിപ്പൊക്കി വന്നതാകാം എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ എനിക്ക് മറ്റൊന്നാണ് സംശയം. വേടൻ ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് അവർ സന്ദേശം എന്ന സിനിമയിൽ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ആരെങ്കിലും എതിരുണ്ടെങ്കിൽ അതിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ഒരു പെണ്ണ് കേസെടുത്ത് തലയിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറയുമല്ലോ. അതൊരു ശീലമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കേസെടുത്ത് തലയിൽ വെച്ച് കൊടുത്തവനെ താറടിക്കാൻ പറ്റും. വേടങ്ങാനും ഈ കേസിൽ അറസ്റ്റിലായിരുന്നുണ്ടെങ്കിൽ വേടൻ തീർന്നേനെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് അത്തരത്തിൽ വേടനെ ഒതുക്കാൻ വേണ്ടി ആരെങ്കിലും ഇറക്കി വിട്ടിട്ടുള്ള കാര്യങ്ങളാണോ? സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഈ കേസ് എങ്ങനെ പൊന്തി വരുന്നേ? നമ്മൾ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് 2025 ഈ പറയുന്ന ഓഗസ്റ്റിൽ ഇരുന്നുണ്ടാ. പക്ഷെ ഇത് 2020-21 ഘട്ടത്തിൽ നടന്നു എന്നാ പറയുന്നത്. അന്ന് വേടൻ ഇന്നത്തെ വേടനല്ല. അന്നത്തെ വേടന്റെ സാമ്പത്തികം ഇന്നത്തെ വേടന്റെ സാമ്പത്തികമല്ല. അന്നത്തെ വേടന്റെ വരുമാനം ഇന്നത്തെ വരുമാനമല്ല. അതും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും വേടനെതിരെ ആരോ ഒരു നീക്കം നടത്തുന്നു, ഒരു രഹസ്യ നീക്കം, അല്ലെങ്കിൽ അയാൾ ഒരു തകർക്കാൻ വേണ്ടി ഒരു ഗൂഢ നീക്കം നടത്തുന്നു. അതിന് ഇവർ വശംവദരാകുന്നതാണോ അല്ലെങ്കിൽ ഇവർ കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നുകൂടി ഒന്ന് നോക്കണം. ഞാൻ ആ വശം കൂടി നോക്കണമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഒരുപക്ഷെ ചതിക്കപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടാകാം, വേടനാൽ ചതിക്കപ്പെട്ടവരുണ്ടാകാം. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, ഇതിൽ കൂടുതലാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാര്യം ഇൻഡിവിജ്വലിസ്റ്റുകൾ അങ്ങനെയാണ്. അവർക്ക് തേഞ്ഞു പോണ മുതലുകളൊന്നുമില്ല. അവരെ നോർമൽ അൺറെഡിമേഡ് അവസ്ഥയിൽ അവരിങ്ങനെ പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ റെഡിമെയ്ഡ് വെർഷനായിട്ടുള്ള സേജസ് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഉത്തമ ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് നന്നാകുന്നത്. ദർശനമുള്ളവരും വഹി ലഭിക്കുന്നവരും പ്രവാചകന്മാരും ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർക്ക് ഡെവലപ്പ് ആകാൻ കഴിയും. പക്ഷെ എല്ലാവരും അങ്ങനെ പോകണമെന്നില്ലല്ലോ. ചിലരൊക്കെ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ഇങ്ങനെ നടന്നൊന്നും വരും. ചിലരൊക്കെ അല്ലാതെ അവരുടെ കലാവാസനങ്ങളുമായി നടന്നു വരും. അവർ ഒരു വാലാക്കോല നീലാണ്ടെന്ന് നടന്നു വരും. അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇളക്കം തോന്നിയെന്ന് വരും. അങ്ങനെ ആ കലയും മറ്റു കാര്യങ്ങളും പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ ചില കാര്യങ്ങൾ അവർ പെരുമാറും. അതിലപ്പോ ആ ഒരു കലാകാരന്റെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രവൃത്തി അപ്പോൾ ഒരു വലിയൊരു ആസ്വാദനതായി മാറും. കുറെ കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിലൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഞാൻ കരുതുന്നുള്ളൂ. ഇതിങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കാലത്ത് അത്രത്തോളം വീഡിയോകൾ ചെയ്യാറുന്നത്, വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യാറുന്നത്. ഏതായാലും വേടൻ പറയുന്നുണ്ട്, ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പറച്ചിലിൽ സ്വാഭാവികമായും ചിലർക്കൊക്കെ പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളലിൽ നിന്ന് ഉണ്ടായതാണോ ഈ കേസുകൾ എന്നുകൂടി ആലോചിക്കണം. ഇനി ഏതെങ്കിലും കേസുകളിൽ വേടൻ ഒരൊറ്റ തവണ ബലാൽ പിടിച്ചുകൊണ്ടുവന്ന് വിവാഹ വാഗ്ദാനം നൽകി
എവിടെയെങ്കിലും വെച്ച് പീഡിപ്പിച്ച് ഒഴിവാക്കി, അയാളുടെ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കിയ പെൺകുട്ടികൾ ആരെങ്കിലും ജെനുവിനായിട്ടുണ്ടെങ്കിൽ ഈ വേടന് കിട്ടാവുന്ന ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കൊടുക്കുകയും വേണം. ഇനി അത്തരത്തിലുള്ള പെൺകുട്ടികളിൽ ഈ പരാതി കൊടുത്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കുകയും വേണം. Different angles. Don't forget to subscribe and support this channel.